ഹായ് ഫ്രണ്ട്സ്, ജനുവരിയിലെ 4ാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം: കേരള സംഗീത നാടക അക്കാദമി അവതരിപ്പിക്കുന്ന രാജ്യാന്തര നാടകോത്സവം ഇറ്റ് ഫോക്ക് ഇറ്റ് ഫോക്കിന്റെ വേദി തൃശൂരാണ് ഇറ്റ് ഫോക്കിന്റെ വേദി. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 മികച്ച കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മികച്ച കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് മനോജ് മണിയൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിന്റെ പുതിയ ഡയറക്ടർ ഭരത് ഭാസ്കർ. അടുത്ത ക്വസ്റ്റ്യൻ: സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 മികച്ച കഥ നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് EN ഷീജയാണ്. അടുത്തത്: പോപ്പ് ഇതിഹാസം മൈക്കൽ ജാക്സനെ പ്രമേയമാക്കി നിർമ്മിക്കുന്ന സിനിമയാണ് മൈക്കലാണ് മൈക്കൽ ജാക്സനെ പ്രമേയമാക്കി നിർമ്മിക്കുന്ന സിനിമ. അടുത്തത്: 2023 അന്തരിച്ച വാസ്തുകലയിലെ ഇന്ത്യൻ രാജശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി BV ദോഷി. 50,000 വർഷത്തിനു ശേഷം വീണ്ടും ഭൂമിക്കരികിലെത്തുന്ന വാൽനക്ഷത്രമാണ് C2022 E3. അറബ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ 2022 പുരസ്കാരത്തിന് അർഹനായത് ആര്? അറബ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ 2022 പുരസ്കാരത്തിന് അർഹനായത് അഷ്റഫ് ഹക്കീമി. അടുത്തത്: 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് കേരളം. അടുത്തത്: കടൽ മാർഗം പാഴ്സലുകളും മെയിലുകളും എത്തിക്കുന്നതിന് ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച സംവിധാനമാണ് തരംഗ് മെയിൽ സർവീസ്. അടുത്തത്: 2023 ജനുവരിയിൽ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരമാണ് സാനിയ മിർസ. അടുത്തത്: 2023 നടന്ന വീർ ഗാർഡിയൻ 2023 എന്ന സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? വീർ ഗാർഡിയൻ 2023 എന്ന സൈനിക അഭ്യാസം ഇന്ത്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലായിരുന്നു. നെക്സ്റ്റ്: പ്രഥമ അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് നേടിയത് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ: യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പേൾ ഓഫ് ദി ബ്ലാക്ക് സീ എന്നറിയപ്പെടുന്ന യുക്രൈനിലെ പ്രദേശമാണ് ഒഡേസ. ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.